അവിടെ കുറച്ചു മുമ്പ് അവരോടുണ്ടായിരുന്നു. നോക്കിയേ, ആ ഷീറ്റിനടിയിലേക്ക് നോക്കിയേ. പ്രോബ്ലം ഉണ്ടോ അതിന്? നമ്മുടെ ചാനലില് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു നായക്കുട്ടിയുടെ വാർത്ത ഇട്ടിരുന്നു. ആ വാർത്ത ഇതാണ്. ഞാൻ രാവിലെ വാക്കിങ്ങിന് വേണ്ടി പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അത്. ഇതാണ്. നിങ്ങളിത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഒന്ന് ചെയ്തു കൊടുക്കണേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അമ്മ നായയും 2 കുട്ടികളും അവിടെ കണ്ടു. പക്ഷെ അതിന് ഒരു കുട്ടിയുടെ ദേഹത്തൊരു മുറിവുണ്ട്. അതിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് വ്രണമായി, അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. അപ്പം അതുകൊണ്ട് മൃഗസ്നേഹികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ആ വാർത്ത കണ്ടിട്ട് എറണാകുളത്തുള്ള മഴ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ നായക്കുട്ടീനെ രക്ഷിക്കാനായി എത്തി. ബാക്കി കാഴ്ച കണ്ടു നോക്കും. നമുക്ക് പോവാം. ഹായ്, എൻ്റെ പേര് മഴ. ഞാൻ സൈറ സാങ്ച്വറി എന്ന് പറയുന്ന NGOയുടെ അനിമൽ റെസ്ക്യൂയുടെ NGOയുടെ വളണ്ടിയറാണ്. എറണാകുളം വളണ്ടിയറാണ്. ഇതിലാണ് എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇവനിപ്പോൾ ആക്ച്വലി സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ടാണ് തോന്നുന്നത് വൂണ്ട് വന്നിട്ടുള്ളത്. നല്ല സ്കിൻ ഇൻഫെക്ഷൻ കാണാനുണ്ട്. വൂണ്ടിൽ മുറിവ് നിറച്ച് പുഴുക്കളായിട്ടുണ്ട്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ആളിപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. സോ ഫുഡും വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് ആളെ റിക്കവർ ആവാൻ. എന്തായാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇത്തരം കാഴ്ചകൾ തന്നെ. കാര്യം ഇതുപോലെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ജീവനുകളുണ്ട് അല്ലേ? അവരൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അതെ, ഒരുപാട് അനിമൽസ് ഇങ്ങനെ സ്ട്രീറ്റിൽ കിടക്കുന്നുണ്ട്. അടങ്ങിയിരിക്കുന്നുണ്ടോ? ആള് നല്ല പേടിച്ചിട്ടുണ്ട്. നല്ല പാനിക്കാണ് ആള്. അതാണ് മുറിവിന്റെ വേദനയും. കാരണം പുഴും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് നിറച്ച് പുഴുവാണ്. അടുത്ത ഘട്ടം എന്താണ് ഇതിന്റെ? ഇനിയിപ്പോ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കും. കയ്യില് വണ്ടി കയറിയോ? വണ്ടി കയറി കയ്യില്. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ശരിയാക്കിട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. ഇത്തരത്തിലുള്ള നായകളെപ്പോലും അല്ലെങ്കിൽ മറ്റ് ജീവനുകളെപ്പോലും രക്ഷിക്കാൻ തയ്യാറായി വരുന്ന ഇവരൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്തായാലും ഒരുപാട് താങ്ക്സ്.